ആദ്യം ഇതൊന്ന് സങ്കല്പിച്ചു നോക്കൂ. ഇത് നിങ്ങളുടെ 25ാം പിറന്നാളാണ്. പോരാത്തതിന് നിങ്ങളൊരു സിംഗിളും. എന്നാൽ ഫ്രണ്ട്സിന്റെ ഭാഗത്തു നിന്നും ഒരു കേക്ക്, കുറച്ച് ഗിഫ്റ്റുകൾ, ഇതൊക്കെ പ്രതീക്ഷിച്ചായിരിക്കും നിങ്ങൾ. പക്ഷെ പകരം തല മുതൽ കാല് വരെ നിങ്ങളെ കറുവപ്പട്ട കൊണ്ട് മൂടിയിരിക്കുന്നു. ഇത് കേട്ടിട്ട് വിചിത്രമായി തോന്നുന്നുണ്ടെങ്കിൽ അന്തം വിടണ്ട. കാരണം ഇത് ഡെൻമാർക്കിലെ സിംഗിൾസിന്റെ സാധാരണ ജന്മദിന ആഘോഷമാണ്. 25 വയസ്സ് തികഞ്ഞിട്ടും നിങ്ങൾ വിവാഹിതനല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങൾക്ക് ഈ മസാലക്കുളി സമ്മാനിക്കും. അതിനാൽ സിംഗിൾസിന് ഡെൻമാർക്ക് ഒരു വെല്ലുവിളിയാണ്. നമ്മൾ ഇന്ത്യക്കാർ കറുവപ്പട്ട കറിക്കും പായസത്തിനുമൊക്കെ ഉപയോഗിക്കുമ്പോൾ ഡാനിഷ് കൂട്ടുകാർ ഇത് പിറന്നാൾ സമ്മാനമായി എടുക്കും. യഥാർത്ഥത്തിൽ ഡെൻമാർക്കിലെ ഈ ആചാരത്തിന് ഒരു ബാക്കപ്പ് സ്റ്റോറി ഉണ്ട്. 16ാം നൂറ്റാണ്ടിലാണ് ഈ ആചാരം തുടങ്ങുന്നത്. അറ്റ്ലാന്റിക് സമുദ്രത്തിനും ബാൾട്ടിക് കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഡെൻമാർക്ക് സുഗന്ധവ്യഞ്ജന വ്യാപാരത്തിന്റെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു. അന്ന് ഈ കറുവപ്പട്ട പോലുള്ള സുഗന്ധവ്യഞ്ജനങ്ങൾ വിറ്റു നടന്നിരുന്ന വ്യാപാരികൾ കപ്പൽ യാത്രയ്ക്കും തിരക്കുകളും കാരണം പലപ്പോഴായി അവിവാഹിതരായി തുടരുന്നു. അതുകൊണ്ട് അവരെ പെപ്പർ ഡ്യൂസ് അല്ലെങ്കിൽ പെപ്പമോ എന്ന് വിളിച്ച് കളിയാക്കുമായിരുന്നു ആളുകൾ. ഈ ഒരു തമാശയാണ് പിന്നീട് 25ാം വയസ്സിൽ അവിവാഹിതരായവരെ കറുവപ്പട്ട നൽകി ബർത്ത്ഡേ റോസ്റ്റ് ചെയ്യുന്ന രസകരമായ ഒരു ആചാരമായി മാറിയത്. ചിലപ്പോൾ ജന്മദിനമുള്ള വ്യക്തിയെ ഒരു തൂണിൽ കെട്ടിയിടും. എന്നിട്ട് തല മുതൽ കാല് വരെ കറുവപ്പട്ട പൊടിച്ച് ഒഴിക്കും. ചിലപ്പോൾ അത് ശരീരത്തിൽ ഒട്ടിപ്പിടിക്കാൻ വേണ്ടി വെള്ളമോ അതോ മുട്ടയോ വരെ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഇതാരും സീരിയസ് ആയി എടുക്കണ്ട. ഈ ഒരു തമാശയ്ക്ക് വേണ്ടിയുള്ള ഒരു സൗഹൃദപരമായ കളിയാക്കലാണിത്. ഒപ്പം ലോകമെമ്പാടുമുള്ള സിംഗിൾസിന് വേണ്ടി ഡെൻമാർക്ക് നൽകുന്ന ഒരു സ്പൈസി മുന്നറിയിപ്പ് കൂടിയാണ്. അങ്ങനെ കണ്ടാ മതി. ഇനി 25 എന്നത് 30 ആയാൽ കറുവപ്പട്ടയിൽ നിന്ന് കുരുമുളകിലേക്ക് ഒരു പ്രൊമോഷൻ ഉണ്ട്. ഇത് ഇത്തിരി കടന്ന കൈയാണ്. പക്ഷെ കറുവപ്പട്ടയൊക്കെ മറന്നേക്കും. അടുത്തത് കുരുമുളകാണ് എന്ന് ആളുകൾ പിറന്നാളാകുന്നത് വരെ ഓർമ്മിപ്പിച്ചു കൊണ്ടേയിരിക്കും. 30ാം പിറന്നാളിന് ആഘോഷം കൂടുതൽ ശക്തമാക്കാൻ സുഹൃത്തുക്കൾ ധാരാളം കുരുമുളക് വിതറും. ഇത് ശരീരത്തിൽ നന്നായി പറ്റിപ്പിടിക്കാൻ വേണ്ടി ചിലപ്പോൾ മുട്ടയുടെ വെള്ളമോ മറ്റോ ഉപയോഗിക്കും. കാഴ്ചയിൽ നിങ്ങൾ കറുത്ത കുരുമുളകിൽ പൊതിഞ്ഞ ഒരു സ്റ്റീക്ക് പോലെ തോന്നും. ഈ ഒരു ആചാരം പ്രധാനമായും ജെറ്റ്ലാൻഡിലാണ് കൂടുതലെങ്കിലും ഡെൻമാർക്കിലെ പലയിടങ്ങളിലും ഇത് രസകരമായ രീതിയിൽ ഇന്നും ആഘോഷിക്കുന്നുണ്ട്. ഈ ഒരു ആചാരം ഡാനിഷ് സംസ്കാരത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. ഒരുപാട് ഗൗരവത്തോടെയല്ല, മറിച്ച് തങ്ങളുടെ സുഹൃത്തുക്കളെ ഒരു തമാശയുടെ രൂപത്തിൽ കളിയാക്കാനും അവരുടെ സിംഗിൾഹുഡ് രസകരമായി ആഘോഷിക്കാനും അവർ തിരഞ്ഞെടുക്കുന്ന ഒരു വഴിയാണിത്. നമ്മുടെ കേരളത്തിലും ഇതുപോലെ ചില വിചിത്ര ബർത്ത്ഡേ ആഘോഷങ്ങൾ കാണാം. പക്ഷെ ഇത്രയും അതിരുവിട്ട ആഘോഷങ്ങൾ വളരെ കുറവായിരിക്കും. ലോകമെമ്പാടും ഓരോ സംസ്കാരത്തിനും അതിൻ്റെതായ വിചിത്രമായ ആഘോഷ രീതികളുണ്ട്. ഡെൻമാർക്കിലെ ആളുകൾക്ക് ഇത് അവരുടെ സുഹൃത്തുക്കളോടുള്ള സ്നേഹവും സൗഹൃദപരമായ കളിയാക്കലുമാണ്. എങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ഡെൻമാർക്കിലെ ഒരു സിംഗിൾസിനും അവരുടെ 25-30 വയസ്സുകൾ ഒരിക്കലും മറക്കാനാവാത്ത സ്പൈസി അനുഭവങ്ങളായിരിക്കും ഇത്. ഡെൻമാർക്കിലെ ഈ വിചിത്ര പിറന്നാൾ വിശേഷങ്ങളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ സിംഗിളായ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.